കണ്ണടയുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. സംഭവം വെച്ചാൽ എനിക്കിപ്പോൾ ശരിക്കും കണ്ണ് കാണാൻ വയ്യ. പക്ഷെ അത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സംഭവം. ഞാനൊരു 5th പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും കിട്ടിയ പിള്ളേർക്കൊക്കെ കണ്ണാടിയുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം കണ്ണാടി വെച്ച് എനിക്ക് റാങ്ക് കിട്ടും. ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ എല്ലാ വർഷവും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീം വരും. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ ഇത് വായിപ്പിക്കും. എനിക്ക് കാണാം, ഞാൻ എന്നാലും വായിക്കില്ല, ഞാൻ എല്ലാം തെറ്റ് പറയും. അപ്പോൾ അവർ എഴുതി തന്നു. അപ്പോൾ അവർ കുറവ് സംഭവം എഴുതി തന്നു. വീട്ടിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ടീച്ചർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ അച്ഛനും അമ്മയും എന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്ത് അവിടെയും ഞാൻ തെറ്റിച്ച് വായിച്ചു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ടോ. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി പറയുകയാണ് ഇല്ലില്ല എനിക്ക് കണ്ണാടി വെച്ചാലേ ശരിയാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ച് അടുത്ത വർഷം എനിക്ക് റാങ്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംഭവം ഉള്ളിൽ വന്നു. ഓക്കെ, കണ്ണാടി വെച്ചുകൊണ്ട് എനിക്ക് റാങ്ക് കിട്ടി എന്നുള്ളത്. ഞാൻ പിന്നെ കണ്ണട സ്ഥിരമായിട്ട് വെക്കാൻ തുടങ്ങി. എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പവറുമായിട്ട് അഡ്ജസ്റ്റ് ആയി. വലുതായപ്പോൾ എനിക്ക് അതിൻ്റെ പൊട്ടത്തരം മനസ്സിലായി ഞാൻ എന്തുവാ കാണിച്ചു വെച്ചത്. ഇപ്പോൾ ശരിക്കും എനിക്ക് ലെൻസ് വെക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കാണ്ട് എനിക്കൊന്നും കാണാൻ വയ്യാണ്ടായി. ഞാനായിട്ട് എനിക്ക് ആ സമയത്ത് ഈ ലെൻസ് ഇല്ലാത്ത ഫ്രെയിം ഒന്നും കിട്ടുമെന്നുള്ള എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം കണ്ണാടി വേണം. അങ്ങനെ ഞാൻ കാണിച്ചു വെച്ചൊരു മണ്ടത്തരത്തിലാണ് എൻ്റെ കാഴ്ചയെ പോയത്. ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു ബിഗിനിങ് സ്റ്റേജിൽ, കുറേ ഇപ്പോഴൊന്നുമല്ല, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാനൊരു ഷൂട്ടിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. അങ്ങനെ ആ ഷൂട്ടിന് എനിക്ക് ഓൾറെഡി അവർ ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നു, ലൊക്കേഷൻ പറഞ്ഞു, പാർലറിൻ്റെ അകത്ത് വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ആദ്യത്തെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ അച്ഛനും ഇല്ല മോനും ഇല്ല. അപ്പം ഞാനും മോളും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ ചേട്ടൻ്റെ മോനും കൂടെയാണ് ഞങ്ങൾ പോയത്. ഒരു 5-6 പേര് ചേർന്നാണ് പോകുന്നത്. അവിടെ എത്തിയിട്ടാകുമ്പോൾ ഇവർ പറഞ്ഞു അമ്മയ്ക്ക് കയറാൻ പറ്റില്ല, എന്നെ മാത്രമേ അകത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ അമ്മ അവളെ മാത്രം വിടൂല എന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടി കയറ്റി. അങ്ങനെ ചെന്നപ്പോഴത്തേനും അവരെനിക്ക് കുറച്ച് ഔട്ട്ഫിറ്റ്സ് തന്നു. ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു അവരോട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അവർ എന്നോടും അമ്മയോടും സംസാരിച്ചത്. ഇത്രയും വർഷം ദുബായി പഠിച്ചൊരു കുട്ടിക്ക് ഇങ്ങനെയാണോ ഈ കുട്ടി ഡ്രസ്സ് ചെയ്യുന്നത്, ഇതൊന്നും ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ മോഡലിംഗ് ഫീൽഡിലേക്ക് വരുന്നത്, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ ഭയങ്കര ഒരു പാവം. ഞാൻ +2 ആയിരുന്നു എന്ന് തോന്നുന്നു, +1 or +2 എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്നും പറയില്ല തിരിച്ച്. എനിക്ക് നോ പറയാൻ ഭയങ്കര പ്രശ്നമാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണല്ല, എൻ്റെ വാതുറന്ന് ഞാൻ ഒന്നും പറയില്ല. ഞാനിങ്ങനെ എന്നിട്ട് അമ്മയെ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പറ്റില്ല പറന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ ഇടില്ല എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഷൂട്ടിൻ്റെ സമയത്തും അവർക്ക് നേവൽ കാണിച്ചിട്ടുള്ള ഫോട്ടോസ് വേണം. അപ്പോൾ അവർ സാരി ആ രീതിയിൽ ഉടുക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാനിങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു. ആ ഒരു ഷൂട്ടിന് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള എക്സ്പീരിയൻസ്. അതിന് ശേഷം ഞാൻ ആദ്യമേ ചോദിക്കും, ഇപ്പം നിങ്ങളിപ്പം കാണുന്ന പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫീൽഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഷൂട്ടിന് പോകുമ്പോൾ ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും ഉടനെ ഷൂട്ടിന് ഇറങ്ങി പോകരുത്. ഫസ്റ്റ് ഷൂട്ടാണെങ്കിൽ അത്യാവശ്യം ആരെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ടുപോകുക കൂടെ. ആദ്യമേ ചോദിക്കുക എന്ത് കോസ്റ്റ്യൂമാണ്, എവിടെ വെച്ചാണ് ഷൂട്ട്, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവരിൽ നിന്ന് അറിയാൻ ശ്രമിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഈ ഒരു ഫീൽഡിൽ കുറേ പേര് ചീറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേര് റാൻഡമായിട്ട് മെസ്സേജ് ചെയ്യും. എനിക്ക് ചുമ്മാ റാൻഡം മെസ്സേജസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഷൂട്ടാണ് ഡീറ്റെയിൽ ചോദിച്ച് അച്ഛനെ സംസാരിക്കുമ്പോഴത്തേക്കും പിന്നെ അവർ സംസാരിക്കത്തില്ല, പിന്നെ വിളിക്കത്തില്ല. ആ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ. സോ ഷൂട്ടിന് കേൾക്കുമ്പോൾ എനിക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം ഞാനും ആ ഒരു ഇതിലായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് വേണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലുള്ള കുട്ടികളാണെങ്കിൽ ഷൂട്ടിൽ കേൾക്കുമ്പോഴേ ഇറങ്ങി അങ്ങ് പോകരുത്, അന്വേഷിച്ച് മാത്രം പോവാം. എൻ്റെ ഇതുവരെയുള്ള ജേർണിയിൽ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് മമ്മൂക്കയുടെ കൂടെ എനിക്കൊരു ആഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. കൊച്ചിയിലായിരുന്നു ഷൂട്ട്. ഇവിടുന്ന് കൊച്ചി പോയി ഞാൻ തിരിച്ച് വീടെത്തിയ നെക്സ്റ്റ് ഡേ എനിക്കിവിടെ എക്സാമും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ആ ഒരു ആഡ് ചെയ്തത്. അപ്പോൾ എനിക്കത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മമ്മൂക്കേനെ ആദ്യം ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഹോളിൽ കൂടിയാണ് കണ്ടത്. ഞാനിങ്ങനെ വിറക്കിയായിരുന്നു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ അമ്മയെടുത്ത് പോയി ഇങ്ങനെ ചാടുമായിരുന്നു അവിടെ. പിന്നെ മമ്മൂക്കയുടെ വണ്ടിയുടെ ഫോട്ടോ, മമ്മൂക്കയുടെ കൊടുക്കാൻ പറ്റുന്ന മുണ്ട് ഷർട്ടിൻ്റെ ഒക്കെ ഫോട്ടോ, അസിസ്റ്റൻ്റ് അയൺ ചെയ്യുമ്പോൾ ഞാൻ ഇതിലെല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാണത്. അപ്പം അന്ന് എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഡയറക്ടർ ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് മമ്മൂക്ക അവിടെ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി കല്യാണി അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. ആ ഒരു മൊമെൻറ്റ് ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെവിടെ എന്ന് പറയുന്നൊരു മൂവിയിലത്തെ ഒരു ആക്ട്രസിൻ്റെ ഫേസ് റിസംബ്ലൻസ് ആണ്. പിന്നെ പേര് കല്യാണി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛൻ പ്രിയദർശനാണോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കമ്പനിയായിരുന്നു മമ്മൂക്ക. ഭയങ്കര നമുക്ക് അവിടെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒരു സംഭവം വരികയാണ്, എല്ലാവരും സൈലൻ്റ് ആയിരിക്കണം, ഭയങ്കര ബിൽഡപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യനെ നമ്മളെല്ലാവരും പൊതുവെ കേട്ടിട്ടുള്ള കുറച്ച് ജാടയാണ്, നമുക്ക് കുറച്ച് വെയിറ്റ് ആണെന്നൊക്കെ.
അപ്പം ശല്യമല്ല, ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാണ്, ഒരു ഭയങ്കര ഒരു ജെമ്മാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അതാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ എന്നോട് ആര് ചോദിച്ചാലും എൻ്റെ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് ഈ ഒരു മൊമെൻ്റാണ്. ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ഫാൻ പേജ് സ്റ്റാർട്ടായത്. ഞാനിങ്ങനെ കൊണ്ട് നടന്ന് കാണിക്കാൻ ആരും ബാക്കിയില്ലായിരുന്നു. എനിക്കും ഫാൻ പേജ് വന്നു എന്ന്. അത് സിദ്ധു എന്ന് പറയുന്ന ഖത്തറിലുള്ള ഒരു ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. സിദ്ധു ചേട്ടൻ എൻ്റെ ഇപ്പം ഈ ഫാൻസ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നവരിൽ ഇത്രയും എനിക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു ബ്രദർ പോലെയാണ്. ഭയങ്കര സപ്പോർട്ടാണ്. കുറേ നല്ല ഫാൻ പേജസ് ഉണ്ട്, കുറേ പേര് ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട്, സംസാരിക്കാറുണ്ട്. ഭയങ്കര സപ്പോർട്ടും സ്നേഹമൊക്കെയാണ്. അതേപോലെ തന്നെ പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പം വീട്ടിൽ വന്ന 2-3 ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എനിക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത് ആദ്യം വരുന്നത്, ഒരാൾ വന്നു ഒരു ബാഗ് തൂക്കി ചെറുപ്പക്കാരൻ വന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ ഓടിപ്പിന്ന് ഗേറ്റ് തുറന്നു കയറി വന്നു. അയാളോട് ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. അയാളുടെ വീട് ഇടുക്കിയിലാണ്. ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ കല്യാണി ഇവിടെയാണെന്ന് അറിഞ്ഞ് ആൻറ്റിയോട് ചോദിച്ചിട്ട് ഇതുവഴി വന്നതാണ്, ഒന്ന് കാണാൻ വേണ്ടി. കണ്ടു, ഒരു സെൽഫി എടുത്തോട്ടെ, ശരി ആയിക്കോട്ടെ, മോളെ വിളിച്ചു, മോളുണ്ടായിരുന്നു, ഒരു സെൽഫി ഒക്കെ എടുത്ത് അയാൾ പോയി. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യ ആയപ്പോഴത്തേനും ആൾ വന്നത്തെ സമയത്ത് അച്ഛൻ അവിടെ ചെടിക്ക് വെള്ളം തൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ കാണണം, ഇപ്പം കാണണം, അച്ഛനെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തള്ളാൻ തുടങ്ങി, ആൾക്ക് അകത്ത് കയറണമെന്ന്. ഇപ്പോൾ കാണാൻ പറ്റില്ല മോനെ, തിരക്കാണെന്ന് പറഞ്ഞു. ഇല്ല, കണ്ടിട്ടേ പോവുള്ളൂ. അയാൾ ശരിക്കും വയലൻ്റ് ആയിരുന്നു ആ ഒരു അവസരം. ഞാൻ കാരണം ആൾ കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി. ആൾക്ക് 2 വർഷമായിട്ട് ഉറക്കമില്ല, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതൊരു ഭയങ്കര സ്ട്രെയിഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചിലർ ഇങ്ങനത്തെ പ്രശ്നമുള്ള കുറച്ച് പേര് ഇടയ്ക്ക് വരാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് അച്ഛൻ എപ്പോഴും പറഞ്ഞേ, ആരോടാണെങ്കിലും അച്ഛൻ പറയുന്നൊരു മെയിൻ സംഭവമാണിത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് പുറകിലൂടെ ഇറങ്ങി ആൾത്തിരക്കില്ലാത്ത ഭാഗത്തൂടെ ഞങ്ങൾ തിരിച്ച് നടന്ന് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് ഒരു കല്യാണം കഴിഞ്ഞ കപ്പിൾസ്, അത് മാരേജ് അന്ന് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈൻ, അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ട്. പെണ്ണ് എന്നെ കണ്ടതും പയ്യനെ മാറ്റി നിർത്തി ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ കല്യാണ പെണ്ണ് താലിയും മാലയും ഹാരമൊക്കെ ആയിട്ട് ഓടുന്നുണ്ട്, സാരിയെ കൊടുത്തിട്ട്. അപ്പോൾ അവർ ഓടി വന്നു, ഒപ്പം ഒന്ന് സെൽഫി എടുത്തു. അത് കഴിഞ്ഞ് ആ ക്യൂവിൽ നിന്ന് ആൾക്കാർ, ഏകദേശം കുട്ടികളും ഒരുവിധം അറിയുന്നൊക്കെ വന്നു. പിന്നെ ഒരുപാട് സമയം അവിടെ നിൽക്കുക, അവരോടൊക്കെ സംസാരിച്ച് പതിയെ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആരും കാണാതിരിക്കാൻ ആ വഴി വന്നത്. അപ്പോൾ അവിടെ തന്നെ കറക്റ്റ് പിടിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചിരിക്കാനുള്ള ഇൻസിഡൻ്റാണ് ശരിക്കും അന്ന്. മാരേജ് എനിക്ക് എന്താ പറയുക, ഒരു ഏജ് അങ്ങനെ ഞാൻ മൈൻഡിൽ വെച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ കെട്ടണമെങ്കിൽ തോന്നുന്നു നീ വന്ന് പറയുക, നിനക്ക് ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ ഞങ്ങൾ നടത്തിത്തരാം. കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, തോന്നുമ്പോൾ കല്യാണം കഴിക്കുക. അല്ലാതെ വീട്ടിൽ നിന്ന് അങ്ങനെ നീ ഇന്ന ഏജ് ആകുമ്പോഴത്തേക്കും കല്യാണം കഴിക്കണം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ കുറച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. എനിക്ക് ഫിനാൻഷ്യലി മാത്രമല്ല, എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യത്തിനും A to Z എനിക്ക് അമ്മ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഞാൻ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയി, കുറച്ചും കൂടി ബോൾഡായി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് കുറച്ചും കൂടി ബോൾഡായി, എല്ലാം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റും എന്നതിന് ശേഷം എനിക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ഏജ്, എനിക്ക് അങ്ങനെ മൈൻഡിലൊരു ഏജില്ല, എന്തായാലും ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറച്ച് ഗേൾസ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഗേൾസ് ടൂറൊക്കെ പോകാനുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കുറച്ച് കറങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മാരേജ്. അത് എനിക്ക് അറേഞ്ച് മാരേജ് വലിയ താല്പര്യമുള്ള പരിപാടിയില്ല. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ കണ്ട് ചായ കുടിച്ച് നോക്കി പരിചയപ്പെട്ട് താല്പര്യമില്ല. എന്തായാലും ലവ് മാരേജ് ആയിരിക്കും. വീട്ടിൽ സമ്മതിക്കുന്നു ഞാൻ നിഗമനിക്കും. എനിക്ക് 18ാമത്തെ വയസ്സിൽ എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് സിംബേനെ. അപ്പോൾ ആദ്യം അമ്മയ്ക്ക് അച്ഛനും കുഴപ്പമില്ല, അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പട്ടിയെ വാങ്ങണ്ട വീട്ടിൻ്റെ ഉള്ളിൽ കേട്ടില്ല എന്ന് ഭയങ്കര വാശിയായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ വരുന്നവർക്ക് കാണാൻ പറ്റും, അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് ഞാനോ അച്ഛനോ ചേട്ടനോ എന്തും. പിന്നെ അച്ഛനാണേലും അച്ഛനോ അമ്മയ്ക്ക് അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ. അമ്പോ ഗുഡ് ബോയ് ആണ്. ഒരു ഉമ്മ തരോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിംബ. ഞാൻ നേരത്തെ പറഞ്ഞ സിംബ 333 എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ആള്. ഷേക്കൻ തരുമോ നീ? ഷേക്കൻ. അപ്പോൾ ഗുഡ് ബോയ്.